സ്മീന, Hi, മാം. കൺഗ്രാറ്റുലേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ. സ്മീന നമ്മുടെ ഹാൾ ഓഫ് ഫെയിം ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം. താങ്ക് യു. യെസ്, അപ്പൊ സ്മീനനെ പറ്റി ഞാൻ വലുതായിട്ടൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതിനുള്ള അവസരം ഞാൻ സ്മീനയ്ക്ക് തന്നെ തരാം. എങ്കിലും ഇത് കാണുന്ന എല്ലാവരുമായിട്ട് പറയാണ്, സ്മീന ആക്ച്വലി വീട്ടിലിരുന്നിട്ട് ചെറിയ രീതിയിലൊക്കെ സ്വന്തമായിട്ടൊക്കെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് ഞാൻ മുഴുവൻ സ്റ്റോറി ഒന്നും പറയുന്നില്ല, ഇതിൽ സ്മീന തന്നെ പറയും. ഇന്ന് സ്മീന സ്വന്തമായിട്ട് ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1 മന്ത് കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഒത്തിരി പേർക്ക് ഒരു ഇൻസ്പിറേഷൻ കൂടി ആയിരിക്കും സ്മീനയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. സ്വന്തമായിട്ടൊരു സംരംഭം പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് ആണ്. ബട്ട് സ്മീന ഹാസ് ഡൺ ദാറ്റ്. അപ്പൊ സ്മീനയുടെ ആ സ്റ്റോറി നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്മീന ഷെയർ ചെയ്യുന്നതായിരിക്കും. സ്മീന, അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്മീനയുടെ ഒരു ജേണി, അതായത് സ്മീനയുടെ ഒരു കുട്ടിക്കാലം, സ്മീനയുടെ ഫാമിലി, സ്മീന പഠിച്ച കാര്യങ്ങള്, കല്യാണം വരെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഞങ്ങളുടെ ആ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യും. ഞാൻ കണ്ണൂരുകാരിയാണ്. ഞങ്ങൾ 7 മക്കളാണ്, അതിൽ ഇളയാളാണ്. ഓക്കെ. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് വരെ പഠിച്ചു. അത് കഴിഞ്ഞ് കല്യാണമായിരുന്നു. ഏത് വർഷമാണ് പാസ് ഔട്ട് ആയത്? 96-ല്. 96-ല്. ദാറ്റ് മീൻസ് ഇപ്പൊ ഒരു 18 വർഷം. അതെ, 18 96 ആണ്. 18 അതെ. 96-ല് കഴിഞ്ഞു. അപ്പൊ അതിനു മുമ്പ് കോഴ്സ് കഴിഞ്ഞ് കല്യാണത്തിന് മുമ്പൊക്കെ വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കല്യാണ ശേഷം അങ്ങനെ അങ്ങ് പോകാൻ പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ പിന്നെ എംപ്ലോയ്മെന്റ് വഴിയൊക്കെ വരുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ പോയുമായിരുന്നു. പിന്നെ സ്വന്തമായിട്ട് കുറച്ചു നാളൊക്കെ ഹസ്ബൻഡും സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പൊ സ്വന്തമായിട്ടുള്ള ഇതിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ 2 മക്കളാണ്. 3-മതാള് കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് വന്നത്. അപ്പോ അതിനുശേഷം അങ്ങനെ വീട്ടിൽ തന്നെ ആയിപ്പോയി. അപ്പോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് സ്വന്തമായ ഒരു വരുമാനം ഇല്ലാത്തതൊരു നമ്മുടെ പുരോഗതിക്ക്, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ആഗ്രഹങ്ങള് സകലതിനും ഒരു തടസ്സമാകുന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ സ്വന്തമായിട്ട് അന്നേരത്തേക്കൊക്കെ ഈ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ആ ഒരു കണക്ഷൻ അങ്ങ് വിട്ടുപോയി. കമ്പ്യൂട്ടറൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യണം. പിന്നെ അതൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇനി സൈറ്റിലേക്ക് ഇറങ്ങാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ വേണ്ട എന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ ഒരു സ്വപ്നമായിരുന്നു ബുട്ടിക്, ഡ്രസ് ഡിസൈനിങ്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അങ്ങനെ വീട്ടിലിരുന്നപ്പം ഇങ്ങനെ യൂട്യൂബിലെ ക്ലാസ്സുകളൊക്കെ കണ്ടപ്പോ ഒരു ഇൻട്രസ്റ്റ് തോന്നി കൂടി. അത് ആദ്യം 2 മന്തിന് കൂടി. അത് കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ചിത്ര മാഡത്തിന്റെ ഒരു ടോക്ക് കേൾക്കുന്നത്. നിങ്ങളൊരു ഞാൻ ഇന്ന് ഇന്റർഫിയർ വീട്ടിൽ ചെയ്യുവാണ്. ശരിക്കും സ്മീന 96-ലാണ് പാസ് ഔട്ട് ആയെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ടോ? കല്യാണത്തിന് ശേഷം വർക്ക് ചെയ്തിരുന്നു. ഓക്കെ. ഈ കരിയർ ഗ്യാപ്പ് എത്ര വർഷമായി? ഒരു കരിയർ ഗ്യാപ്പ് വന്നിട്ട് 10 വർഷമായി. 10 വർഷത്തോളം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ 10 ഇയേഴ്സ് 8 വർഷം. അതിന് മുന്നേ വരെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഫൈൻ. സോ ആ ഒരു കരിയർ ഗ്യാപ്പ് ആണ് വേറെ ഒരു പ്രൊഫഷനിലേക്ക്, സത്യത്തില് പാഷൻ ആണെന്ന് തോന്നുന്നു സ്റ്റിച്ചിങ്, അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ഇസ് എ പാഷൻ. അപ്പൊ ആ ഒരു കരിയർ ഗ്യാപ്പ് ആണ് ആ ഒരു പാഷനിലേക്ക് കൊണ്ടുവന്നത്. ദാറ്റ്സ് സൂപ്പർ. വളരെ സന്തോഷം. മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അത്ര സേഫ് അല്ല. കാരണം ചെറിയ കുട്ടിയുണ്ട്. വലിയവരെ ഡിഗ്രിക്ക് പഠിക്കുന്നവരാണ്. അവരുടെയും കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മളിങ്ങനെ ഇൻവോൾവ് ചെയ്തതിൽ ശരിയാവുന്നില്ല. അപ്പൊ അങ്ങനെയാണ് വീട്ടിലിരുന്ന് എന്താ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചത്. അപ്പോഴാണ് ഈ ക്ലാസ് കണ്ടത്. അതിന്റെ ഇടയ്ക്കാണ് എങ്കിലും ഞാനിങ്ങനെ ചിന്തിച്ചു, എനിക്ക് സോഷ്യൽ മീഡിയയിലൊന്നും കയറി ചെയ്യാനുള്ള ഒരു ധൈര്യവും എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പൊ എനിക്കതൊന്നും എന്തായാലും പറ്റില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ചിത്ര മാഡത്തിന്റെ ഒരു ടോക്ക് കേൾക്കുന്നത്. ഒരു ഫേസ്ബുക്കിലെ ഒരു പരസ്യം പോലെ. നിങ്ങളൊരു വീട്ടമ്മയായി എന്താ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന, അതൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പൊ പിന്നെ ഒന്നും ആലോചിച്ചില്ല, അതിലേക്ക് അങ്ങ് കയറി. വെബിനാറിലേക്ക് വന്നു. ഓക്കെ, വെബിനാർ അറ്റൻഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള ഒരു ഡിസിഷൻ എങ്ങനെയാണ് വന്നത്? കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് പരസ്യം കണ്ടപ്പോഴാണ് ഡിസൈഡ് ചെയ്തു. ഓക്കെ ഫൈൻ. ആഗ്രഹിച്ചിരിക്കുവായിരുന്നു. ആരോട് ചോദിക്കും, സോഷ്യൽ മീഡിയയിലൊക്കെ കയറി ചെയ്യാൻ. പിന്നെ
നമുക്ക് വർക്ക് ചെയ്താൽ തന്നെ വീട്ടിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ തന്നെ എങ്ങനെ അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ അത് യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ച് പഠിക്കാൻ വളരെ ആഗ്രഹിച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് മാം ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ തരുന്നത്. യെസ്. അപ്പൊ അതിൽ ജോയിൻ ചെയ്തു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യമായി. കാരണം എന്തും ചോദിക്കാം, സംശയങ്ങൾ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചാണെങ്കിലും നമ്മളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അങ്ങനെ ഒരു മാമിനെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അത് നമ്മുടെ അമ്മമാർക്ക് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ചേർന്നു. അപ്പൊ പിന്നെ എനിക്ക് ധൈര്യമായി, ഇനിയിപ്പോ എന്തുണ്ടായാലും മാമിനോട് ചോദിക്കാനോ. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ബ്യൂട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തത്. വീട്ടിൽ നിന്ന് മാറിപ്പോണെന്ന് ഓർത്തല്ലായിരുന്നു, പക്ഷെ ബ്യൂട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തു. ശരി, നമുക്ക് ബൊട്ടീക്കിന്റെ സ്റ്റോറിയിലേക്ക് വരാം. ബൊട്ടീക്ക് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്തു. 2024 ഏപ്രിൽ ഫസ്റ്റ് വീക്ക്, മാർച്ച് ഫസ്റ്റ് വീക്ക്. ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞതുപോലെ ഒരു മാസം കഴിഞ്ഞു അല്ലെ? കൃത്യം ഒരു മാസമായിട്ടുണ്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട്. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? മീനങ്ങാടി. ഞാൻ വയനാട്ടിലാണ്. കല്യാണം കഴിച്ചു വിട്ടത് വന്നത് വയനാടാണ്. ഓക്കെ. അപ്പൊ ഞാൻ വയനാട്ടിലുള്ള മീനങ്ങാടി എന്ന് പറയുന്ന ടൗണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഷോപ്പായിട്ട് തന്നെ ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തു അല്ലെ? സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. എന്താണ് ബൊട്ടീക്കിന്റെ പേര്? ബൊട്ടീക്കിന്റെ ദി ഗ്ലാം. ഓക്കെ. സോ ഈ ഒരു 1 മന്തിലെ ആ ഒരു എക്സ്പീരിയൻസും കൂടെ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു മേ ബി അത് ഷെയർ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഒരു മേ ബി എന്താ പറയുക, ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഒത്തിരി പേര് ഇതുപോലെ ബൊട്ടീക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സ്, ആ ഒരു ജേർണി, സ്മീന അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്, അതെടുത്ത സമയത്ത് സ്മീന ഫേസ് ചെയ്ത ചാലഞ്ചസ്, ആ ചാലഞ്ചസിനെ ഓവർകം ചെയ്ത് ഫൈനലി എങ്ങനെയാണ് ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്തേന്നുള്ളതും കൂടെ ഒന്ന് പറയാമോ? സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതിനെ ഓവർകം ചെയ്തു. പിന്നെ സപ്പോർട്ട് കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു. കാരണം അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ആർക്കും തന്നെ ഇഷ്ടമല്ല. ഹസ്ബൻഡിനും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. എപ്പോഴും തിരക്കുള്ള ഒരു വീടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മാറി നിന്ന ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ആർക്കും അങ്ങനെ താങ്ങാൻ ഇഷ്ടമല്ല എന്നറിയായിരുന്നു. പക്ഷെ നമ്മൾക്ക് സ്വന്തമായ ഒരു വരുമാനം, നമ്മുടെ വ്യക്തിത്വം, നമ്മളുടേതായ ആഗ്രഹങ്ങള്, നമ്മൾക്ക് ദൈവം തന്ന കഴിവ് അത് സമൂഹത്തിൽ എത്തിക്കുക, അതൊക്കെ ഒരു വലിയ വാല്യൂ ആയി കൊണ്ടുനടക്കുന്ന ഒരു മെന്റാലിറ്റി എപ്പോഴും ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ മുന്നോട്ട് അങ്ങനെ തന്നെ അങ്ങ് പോയി. ആ ചലഞ്ചസിനൊക്കെ അങ്ങ് ഓവർകം ചെയ്തു. സ്വന്തം ആ ഒരു നമ്മളുടെ ഒരു കോൺഫിഡൻസിൽ, ആ ഒരു മനസ്സിന്റെ ശക്തിയിൽ അതിനെ ഓവർകം ചെയ്തു. ദാറ്റ്സ് സോ ഗ്രേറ്റ്. ശരിക്കും ഒത്തിരി പേര് ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് നമ്മള്, പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്കും മേ ബി നമുക്ക് സപ്പോർട്ട് കുറവായിരിക്കും. ഒരുപാട് ചാലഞ്ച്, പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ചാലഞ്ചസ് ഉണ്ടാവും. ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയും, പ്രത്യേകിച്ചും ഇതുപോലൊരു ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ ഓവർകം ചെയ്ത് വരാന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്മീനയ്ക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഫോക്കസ്, അല്ലെങ്കിൽ സ്മീനയുടെ ആ ഒരു മിഷൻ ഈ പറഞ്ഞതുപോലെ സ്വന്തം കഴിവുകൾ എങ്ങനെയും പുറത്തെത്തിക്കുക എന്നുള്ളത്. ആ ഒരു ഇതിൽ ബാക്കി കാര്യങ്ങളൊക്കെ തള്ളി മാറി അല്ലേ? പിന്നെ മാം പറയുന്നു, എപ്പോഴും നമ്മളുടെ ഒരു സമാധാനം, സന്തോഷവും കിട്ടാൻ സമയം കണ്ടെത്തണം എന്ന് പറയായിരുന്നു. പിന്നെ നമ്മളുടെ 20 പോയിന്റ്സുകൾ എഴുതണം എന്ന് പറയായിരുന്നു. സ്ട്രേഞ്ചേഴ്സ് അതൊക്കെ ഇടയ്ക്കിടയ്ക്കാണേലും, പൂർണ്ണമായിട്ടും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ കേൾക്കുമായിരുന്നു. അതൊക്കെ ഒത്തിരി നല്ല ഇൻസ്പിറേഷനാണ്. പിന്നെ എന്റേതായ ഒരു സമാധാനം, സന്തോഷം കണ്ടെത്താൻ എന്നും ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നും ഞാൻ രാവിലെ പള്ളിയിൽ പോകും, കൊയറിലുണ്ട്, അപ്പൊ എന്നും പാട്ട് പാടും. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷം, ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞു. അതെ, അത് വലിയൊരു കാര്യമാണ്. നമുക്ക് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ല. പക്ഷെ നമ്മളേതായിട്ടുള്ള ഒരു ഇടം കണ്ടുപിടിച്ച് നമ്മളേതായിട്ടുള്ള ഒരു ഹാപ്പിനെസ് കണ്ടുപിടിക്കുക എന്നുള്ള നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാ. നമുക്ക് പുറത്തുനിന്ന് ഒരാളും വന്നിട്ട് നമുക്ക് സന്തോഷം തരാനൊന്നും പോകുന്നില്ല. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. യെസ്, അത് വളരെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സ്മീന ഇപ്പൊ ഷെയർ ചെയ്തൊരു കാര്യം. ഓക്കെ, അപ്പം ബൊട്ടീക്ക് ഇപ്പം എങ്ങനെയാണ് വർക്കുകളൊക്കെ കിട്ടാൻ തുടങ്ങിയോ? എങ്ങനെയുണ്ട്? കസ്റ്റമേഴ്സിന്റെ ഒക്കെ ഒരു അഭിപ്രായം എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ചുരിദാറിലൊക്കെ ഹാൻഡ് വർക്ക് ഒക്കെ ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നൈറ്റികളെ കൂടുതലും സ്പീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ് അല്ലേ ഉള്ളൂ, ഞാനും പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ.
അതിൻ്റെതായ ഒരു ചെറിയൊരു ഇടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. കസ്റ്റമേഴ്സിനൊക്കെ വളരെ തൃപ്തിയോടുകൂടി വിടാൻ പറ്റുന്നുണ്ട്. കസ്റ്റമേഴ്സ് ഒക്കെ ഹാപ്പിയാണ്. സോ ഏറ്റവും വലിയൊരു കാര്യം ഈ ഒരു സ്വന്തമായിട്ട് ഒരു ഏർണിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ജോലിയൊക്കെ വിട്ടിട്ട് വീട്ടിലിരുന്നിട്ട് വീണ്ടും ആ ഒരു ഗ്യാപ്പ് ബ്രേക്ക് ചെയ്ത് വന്ന് ഏൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അത് എങ്ങനെയുണ്ട് ഇപ്പൊ? എന്താണ്, ഹൗ ഡു യു ഫീൽ നൗ? ഒരു മനസ്സ് നിറഞ്ഞ ഒരു ഫീലിംഗ് ആണ്. അതായത് എന്തുകൊണ്ടും ഞാനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ്. അത്രേ എനിക്ക് പറയാൻ അറിയുള്ളൂ. കുഴപ്പമില്ല, ഞങ്ങൾക്കത് ആ സ്മീനയുടെ ഫേസിൽ നിന്ന് തന്നെ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. സ്മീനയുടെ സംസാരത്തിൽ നിന്നാണെങ്കിൽ എനിക്കറിയാം സ്മീന ഈ കമ്മ്യൂണിറ്റിയിൽ വന്നപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോള്, ആ ഒരു ഫസ്റ്റ് കോളിൽ സംസാരിച്ച സ്മീനയും ഇപ്പൊ ഈ ഒരു കോളിൽ സംസാരിക്കുന്ന സ്മീനയും തമ്മില് ആക്ച്വലി ആ സ്മീനയാണ് ഈ സ്മീന എന്ന് ആരും പറയത്തേയില്ല. അത്രയും ഡിഫറൻസ് ഉണ്ട് ശരിക്കും എല്ലാ രീതിയിലും. ആ ഒരു കുറച്ചുപേര് എന്നോട് പറഞ്ഞു എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താണെന്നൊന്നും അവർക്കറിയില്ലല്ലോ. ഐ ഫീൽ ഇറ്റ്. ഓക്കെ, അതെനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഞാൻ സ്മീന സംസാരിക്കുമ്പോ ഞാൻ ഇങ്ങനെ ചെവി ഇങ്ങനെ ഫോണിൽ അടുപ്പിച്ച് പിടിക്കുമായിരുന്നു അതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്, എന്താണ് കൃത്യമായിട്ട് പറയുന്നത്. വോയിസ് നോട്ടൊക്കെ അയക്കുമ്പോഴാണെങ്കിൽ ആദ്യമൊക്കെ വളരെ പതിയൊക്കെ അയക്കത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പം കൃത്യമായിട്ട് കാര്യങ്ങൾ വോയിസിലൊക്കെ ആണെങ്കിൽ നല്ല സ്ഫുടമായിട്ട് നല്ല രീതിയിൽ നല്ല വോളിയത്തിലായിരിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് സംസാരിക്കുന്നത്. ആൻഡ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല, ടു ബി ഹോണസ്റ്റ്. പക്ഷെ ഭയങ്കര സന്തോഷം സ്മീന. എനിക്ക് ആക്ച്വലി ശരിക്കും ആസ് എ മെന്റർ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആ ഒരു ഒതുങ്ങിയ ഇതിൽ നിന്ന് പുറത്തേക്ക് വന്ന് നമ്മുടേതായിട്ടുള്ള ഒരു കാലിബർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കഴിവ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകൾ മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. യെസ്. ഓക്കെ, അപ്പം ബൊട്ടിക്കൊക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നു. അപ്പൊ വയനാട്ടുകാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ സ്മീനനെ ഒന്ന് നോട്ട് ചെയ്തോളൂ. സ്മീനയുടെ ബൊട്ടിക്കിന്റെ പേര് ദ ഗ്ലാം എന്നാണ്. സ്മീനെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു വീഡിയോയുടെ താഴെ ഇട്ടേക്കാം. ഓക്കെ സ്മീന, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം, ഇപ്പൊ കമ്മ്യൂണിറ്റിയിൽ വന്നത് എങ്ങനെയാണെന്നൊക്കെ സ്മീന പറഞ്ഞു. അപ്പൊ ഇതിൽ വന്നതിന് ശേഷം ഇപ്പൊ അധികം നാളൊന്നും ആയിട്ടില്ല, എനിക്ക് തോന്നുന്നു ഒരു 3 months എങ്ങാണ്ടായതേ ഉള്ളൂ അല്ലെ? അത്രയല്ലേ ആയിട്ടുള്ളൂ വന്നിട്ട്. അപ്പൊ ഈ ഒരു ടൈമിനുള്ളിൽ സ്മീനയ്ക്ക് വന്നിരിക്കുന്ന ഒരു 3 മാറ്റങ്ങളോ അല്ലെങ്കിൽ സ്മീനയ്ക്ക് കിട്ടിയ 3 വാല്യൂസോ വട്ട് എവർ ഇറ്റ് ഈസ് യു ക്യാൻ ഷെയർ. വാല്യൂ അല്ലെങ്കിൽ സ്മീനയ്ക്ക് വന്ന മാറ്റങ്ങളാവാം. സ്മീനയ്ക്ക് പഴയ സ്മീനയിൽ നിന്നൊരു ചേഞ്ച് എന്താണ് ആക്ച്വലി സ്മീനയ്ക്ക് കൊണ്ടുവന്ന ഒരു ചേഞ്ച് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം? എനിക്ക് ഇപ്പം മനസ്സിലായത് ഞാൻ എന്ന വ്യക്തിത്വം, അതാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ കാര്യത്തില് നമ്മൾ ഒത്തിരി ഇതാവേണ്ടതുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ സാമ്പത്തികം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിലേ നമ്മുടെ ആഗ്രഹങ്ങൾക്കും ഒക്കെ ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലായി. പിന്നെ മറ്റൊന്ന്, എല്ലാത്തിനും ഒരു കോൺഫിഡൻസ് വന്നു. കോൺഫിഡൻസ് അത് ഭയങ്കര, എന്തും ചെയ്യാനുള്ള ധൈര്യം, എല്ലാത്തിനും ഒരു ധൈര്യം. അത് കൂടുതലും എന്തുണ്ടായാലും ചിത്ര മാഡത്തോട് ചോദിക്കാലോ എന്നുള്ളൊരു ധൈര്യമാണോ എന്ന് പോലും എനിക്കറിയില്ല. അത്രയ്ക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിപ്പോയി. ചിത്ര മാഡം ഞങ്ങളുടെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ അറേഞ്ച് ചെയ്തെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളെ അറിഞ്ഞ്, ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് ഞങ്ങളുടെ നേരെ ഇടപെടുന്ന ഒരവസ്ഥ, അത് ഭയങ്കര, അങ്ങനെയൊക്കെയാണ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയത് തന്നെ. ഓക്കെ സ്മീന. സ്മീന, ഇനി ഫൈനലി ഒരു കാര്യം കൂടെ, സ്മീനെ പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകളോട്, അല്ലെങ്കിൽ ഇപ്പൊ സംരംഭം സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരായിക്കോട്ടെ, സംരംഭകരായിട്ടുള്ള സ്ത്രീകളായിക്കോട്ടെ, അവരോട് സ്മീനയ്ക്ക് എന്താണ് സ്മീനയുടെ ഈ ഒരു ലൈഫിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ സ്മീന ലേൺ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് ഒരു മെസ്സേജ് പാസ് ചെയ്യാനുള്ളത്? എനിക്ക് എല്ലാ അമ്മമാരോടും പറയാനുള്ളത്, നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും മുൻകൈ എടുത്ത് ചെയ്യണം. അതിനുവേണ്ടി മറ്റാരും വരില്ല. പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പുകളെല്ലാം ഏത് വിധത്തിലുള്ളതാണ് എന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കണം. അത് ടോക്സിക് ആവാതെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മാറിപ്പോകാൻ പറ്റുമെങ്കിൽ മാറിപ്പോവുക, ഇല്ലെങ്കിൽ നല്ലൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഇത് നമ്മുടെ അമ്മമാർക്ക് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എപ്പോഴും ഒരു മനോധൈര്യം
അത് ചോർന്നു പോകാതെ എപ്പോഴും സന്തോഷമായിരിക്കാൻ വേണ്ടി ഉള്ള മാർഗങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തുക, പരിശീലിക്കുക, നടപ്പിലാക്കുക. യെസ് യെസ്, ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ മെസ്സേജ്. ഓക്കെ, എനിക്കറിയാമായിരുന്നു സ്മീനയ്ക്ക് പറയാനുള്ളത് വലിയൊരു മെസ്സേജ് ആയിരിക്കും എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് അത്, പക്ഷെ ഇറ്റ്സ് എ പവർഫുൾ തിങ്. സീ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിമിറ്റേഷൻസിനെ പഴി പറഞ്ഞിരിക്കാം. എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്ക് വീട്ടിൽ സമയമില്ല, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, അവരെ നോക്കണം, ഞാൻ പഠിച്ചത് ഇതാണ്, പക്ഷെ എനിക്ക് ഇത്രയും കരിയർ ഗ്യാപ്പ് വന്നു, എനിക്കിനി അത് വെച്ചിട്ട് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, 9 to 5 ജോബിന് പോകാൻ പറ്റില്ല, ഹസ്ബൻഡ് സപ്പോർട്ടല്ല പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ എന്ത് പരാതികൾ വേണമെങ്കിലും പറയാൻ എളുപ്പമാണ് അല്ലേ, പരാതികൾ. പക്ഷെ സ്മീന, ഞാൻ കണ്ട സ്മീന ആക്ച്വലി ഗുഡ് ലേണർ. സ്മീന സ്വന്തമായിട്ട് ഇപ്പോഴും സ്മീന ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ ഒരു ഇത്രയും ഗ്യാപ്പ് വന്നു, ഈ ഒരു ഏജിലും ഷീ സ്റ്റഡിങ് ആക്ച്വലി ഫാഷൻ ഡിസൈനിങ് പഠിച്ച് ആ പഠിച്ച കാര്യങ്ങളാണ് ഇപ്പൊ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ലൈവായിട്ട് മിക്കവാറും സെഷൻസിലെല്ലാം വരാറുണ്ട്. വളരെ അപൂർവമായിട്ടൊക്കെ മിസ്സായി പോവാറുള്ളൂ. യെസ്, എന്തുണ്ടെങ്കിലും അപ്ഡേറ്റ് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നല്ലൊരു ലേണർ ആണ് ആക്ച്വലി. സോ അത് മുന്നോട്ട് അങ്ങനെ തന്നെ പോകട്ടെ. എല്ലാവിധ ഐശ്വര്യങ്ങളും, ഒരുപാട് സക്സസ് ഉണ്ടാവട്ടെ. ആ ഒരു ബൊട്ടീക്ക് ഇനിയും ഒരുപാട് വലുതാവട്ടെ, ഒത്തിരി ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായി അറിയപ്പെടുന്ന ഒരു ഫാഷൻ ഡിസൈനർ ആയിട്ട് മാറട്ടെ. വയനാട്ടിൽ മാത്രമല്ല, ഈവൻ എനിക്ക് തോന്നുന്നു എൻറ്റയർ വേൾഡിൽ തന്നെ അറിയുന്ന ഒരു ഫാഷൻ ഡിസൈനർ ആയിട്ട് സ്മീന മാറട്ടെ. എനിക്കും അത് ഭയങ്കര സന്തോഷമാണ്, നമ്മുടെ കമ്മ്യൂണിറ്റിക്കും ഭയങ്കര സന്തോഷമാണ്. സോ വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് മീന. അടുത്ത ഒരു ഹാൾ ഓഫ് ഫെയിമിലേക്ക് പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് വന്നിട്ട് നെക്സ്റ്റ് ഇന്റർവ്യൂവിൽ ഇതുപോലെ വന്നിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ സ്മീനക്ക് എക്സ്ട്രാ ആയിട്ട്? മറക്കുന്നില്ല, എന്തെങ്കിലും കുഴപ്പമില്ല. വിട്ടുപോയോ? ഇല്ലാന്ന് തോന്നുന്നു. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചും കൂടെ അപ്പോഴത്തേക്ക് സ്മീനക്ക് ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും കുറെ അധികം കാര്യങ്ങൾ ആ സമയത്ത് സ്മീനക്ക് ഷെയർ ചെയ്യാൻ പറ്റും. വേഗം തന്നെ അങ്ങനെ ഒരു ഇന്റർവ്യൂയിലേക്ക് വരാൻ സാധിക്കട്ടെ എന്നും കൂടെ ഞാൻ ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.